ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. സദർ അസംബ്ലി മണ്ഡലത്തിൽ ഇന്ദർലോക് മെട്രോ സ്റ്റേഷന് സമീപം നടക്കുന്ന റാലിയിൽ ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. നാളെ മുസ്തഫാബാദിലെ റാലിയിലും രാഹുൽ എത്തും, ജനങ്ങളെ അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി ER രാഗേഷ് ചേർന്നു. രാഗേഷ്, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി എത്ര കണ്ട് പരസ്പരം ആക്രമിക്കാനും അതിൽ നിന്ന് ആനുകൂല്യം കിട്ടാനും കഴിയുമെന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള പ്രചാരണത്തിനാണ് കോൺഗ്രസ് ഡൽഹിയിൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്? ശ്രീജ, ഏതായാലും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് ഡൽഹിയിൽ നടത്തുന്നത്. കാരണം കഴിഞ്ഞ രണ്ട് തവണയും 2015-ലാകട്ടെ 2020-ലാകട്ടെ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. വോട്ട് ശതമാനം 5% താഴെ മാത്രമായിരുന്നു. ഒരു കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന പാർട്ടിയാണ്. 98 മുതൽ 2013 വരെ തുടർച്ചയായി 15 വർഷം കോൺഗ്രസിന്റെ കൈകളിലായിരുന്നു ഡൽഹി. അപ്പോൾ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പ്രചാരണത്തിന് തുടക്കമിട്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സീലംപൂരിലാണ് ഇത്തരത്തിൽ പ്രചാരണ റാലി ആരംഭിക്കുകയും ചെയ്തത്. സീലംപൂരിൽ രാഹുൽ ഗാന്ധി പ്രചാരണം അന്ന് ആം ആദ്മി പാർട്ടിക്കും ഒപ്പം തന്നെ BJPക്കുമെതിരെ വലിയ വിമർശനം നടത്തിയിരുന്നു. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനമായി അന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് ഏതായാലും രണ്ടാം ഘട്ട പ്രചരണത്തിന് രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഇന്ദർലോക് മെട്രോ പരിസരത്താണ് രാഹുൽ ഗാന്ധിയുടെ റാലി നടക്കുന്നത്. നാളെയും മറ്റന്നാളും രാഹുൽ ഗാന്ധി റാലികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് മുസ്തഫാപൂരിലും ഒപ്പം തന്നെ മാദിപ്പൂരിലുമാണ് അടുത്ത 2 ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ റാലി. ഏതായാലും രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ വലിയ പോരാട്ടം, വാക്പോര് തുടരുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് BJP ഇന്നലെ രണ്ടാം ഘട്ട പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് KG ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അടക്കമുള്ളവയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം മത്സര പരീക്ഷകൾക്ക് ധനസഹായം അടക്കം BJP വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ ആദ്യഘട്ട പ്രകടന പത്രികയിൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഏതാണ്ട് 21,000 രൂപ ധനസഹായം, ഒപ്പം തന്നെ LPG സിലിണ്ടർ സൗജന്യം, അങ്ങനെ പല വാഗ്ദാനങ്ങളും BJP നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ യുവാക്കളെ, വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നത്. കാരണം യുവാക്കൾ പ്രധാന വിഭാഗമാണ്, വലിയൊരു ശതമാനം വോട്ടർമാർ ആണ്, പുതിയ വോട്ടർമാർ ഡൽഹിയിലുണ്ട്. അങ്ങനെ അവരെ കൂടി കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നടക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്ത് വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഏതായാലും കേജ്രിവാളും കോൺഗ്രസും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെയായിരിക്കും പോവുക. കാരണം കോൺഗ്രസിന് ഇതൊരു അഭിമാന പോരാട്ടമാണ്, ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്.